കാൽവരി വീടുകളിൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 31 സങ്കീർത്തനം 3 വാക്യം. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ, നിൻ്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. ദൈവത്തോടുള്ള സങ്കീർത്തകൻ്റെ ഹൃദയാംഗമായ അപേക്ഷയാണ് ഈ വാക്യം. ദൈവത്തെ അചഞ്ചലമായ പാറയായും കോട്ടയായും അംഗീകരിക്കുന്നു. സ്വന്തം യോഗ്യതകൾ കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹത്തായ നാമത്തിനും ബഹുമാനത്തിനും വേണ്ടി വഴികാട്ടപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമെന്ന് സങ്കീർത്തകൻ ആവശ്യപ്പെടുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സങ്കീർത്തനക്കാരൻ ദൈവത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെയും ആശ്രയത്വത്തെയും ഈ വാക്യം എടുത്ത് കാണിക്കുന്നു. അപകടങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ പോലും തൻ്റെ അചഞ്ചലമായ ജീവിതം പാറയും കോട്ടയുമായ ദൈവത്തിലുള്ള സങ്കീർത്തനക്കാരൻ്റെ ആഴമായ വിശ്വാസത്തിൽ വേരൂന്നിയതാണ്. പ്രിയ സ്നേഹിതരെ, പാറയും കോട്ടയുമായ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസം നിലനിൽക്കുവാൻ ഇന്നാളുകൾ നമ്മെ തന്നെ നമുക്കൊരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്നിൽ ആശ്രയിച്ച് നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.